കുഞ്ഞാപ്പോ എന്താ തിരുമ്പലാവും. അല്ല കുഞ്ഞാപ്പോ എന്താ ഉമ്മ എവിടെ പോ? എവിടക്ക്? ഇന്ന് പണിക്ക് പോവാതെ നടക്കൂലല്ലോ കാര്യങ്ങളൊന്നും. ഞാൻ എന്നോട് പറയാനേ കരണ്ടില്ലടാ. എന്നിട്ട് കരണ്ടിന്റെ ആൾക്കാർ ഞങ്ങൾ ചതിച്ച് കരണ്ട് പോണെന്നൊന്ന് പറയണ്ട. അതാ സൈഡിലൊക്കെ ഇത് വെട്ടുണ്ട്. അതാണ് ഈ ലൈമക്ക് പോയ കമ്പിയൊക്കെ അല്ല ഈ തോലൊക്കെ വെട്ടുണ്ട്. അതാണ് കൊമ്പുകള്. എന്നിട്ട് ഞാൻ പ്രകാശേട്ടനെ കണ്ട് പ്രകാശേട്ടൻ പറഞ്ഞു ഓനക്കൊക്കെ ഒരു മെസ്സേജ് ആള് വന്നു. അനക്ക് വന്നില്ല? വന്നിട്ടില്ല. അതിന് ഫോണ് വേണ്ടേ നല്ല വരുള്ളൂ. ഫോണ് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടല്ലേ? എന്നാ മോനെ ഫോണൊക്കെ ഉമ്മാന്റെ അടുത്തുണ്ട്. ഇമ്മാക്ക് ഇത് നോക്കാനൊന്നും അറിയില്ല. വായിക്കാറാണോ എന്നാലേ പറ്റുള്ളൂ. മെസ്സേജ് ആരാണ്? അവിടുന്ന് അയക്കും ഇന്ന ദിവസം കറണ്ട് ഇല്ല എന്നുള്ളത് അറിയിക്കൂലേ? എത്ര മണിക്കൂർ പറയണേ ഇമ്മാക്ക് അറിയില്ലട്ടാ. ഇമ്മ കൊറേ ഭണ്ടാറക്കി. മച്ചമാര് കരണ്ടും പോയി മങ്ങളാണെങ്കിൽ ഇന്നലെ വെള്ളം അടിച്ചില്ല. ഭണ്ടാറ കിട്ടുന്ന കാര്യമില്ല. ഇതൊക്കെ വേണ്ട തന്നെയല്ലേ ഇന്നലെ സൈഡ് വെട്ടണ്ട. ഞങ്ങൾ അറിയിട്ടില്ലല്ലോ. മെസ്സേജ് ഞങ്ങൾക്ക് അറിയില്ല. അമ്മക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഒരാളെ വിചാരിച്ചു ഞാന്. ഒരാള് വന്ന് പറയാ വിചാരിച്ചല്ലേ? പറയാ വിചാരിച്ചു. ഇജ്ജ് പറഞ്ഞ മാത്രമേ ഒരു പറഞ്ഞ ഫോണില് വരുന്ന മാത്രം. ഈ ഉമ്മാക്കാണെങ്കിൽ അത് എടുക്കാനും അറിയില്ല. ഇന്നിപ്പോ ഇന്നോട് പറഞ്ഞോളെ ഞാൻ എടുത്തിരുന്നില്ലേ? എനിക്കറിയാലേ? നോക്കണേ കൊറേ തിരുമ്പാണ്ട. ഇനി ആകെ ഒരു കുപ്പായം കൂടി അതൊക്കെ തിരുമ്പിട്ട് കഴിഞ്ഞ് ഇമ്മ എന്നിട്ട് എവിടെ പോയിക്കണ? പണിക്ക് പോയിക്കല്ലേ? കുഞ്ഞാപ്പ അനക്കും അവിടെ ഇല്ല തൊഴിലുറപ്പേര് പണിക്കണ. അനക്കും പോയി പണിത്തൂടെ? അതെ പണിക്ക് വിളിച്ചോണ്ട് പോകും. ഞാൻ അമ്മാനോട് പറഞ്ഞിരിക്കണേ എനിക്ക് ഇനി പണി തരില്ല എന്ന് പറഞ്ഞിരിക്കണേ. അപ്പൊ ഇനി ഓര് വന്നിട്ട് വിളിച്ചോണ്ടിരിക്കല്ലേ ഒതുങ്ങൂലടാ. അത്രക്ക് കുഞ്ഞാപ്പ് പണിക്ക് പോകൂല. അത് വെയിലും വെയിലൊക്കെ ഉണ്ടാവും. പഴിച്ചിട്ട് ഇപ്പൊ വെയിലുണ്ടാവും അല്ലേ? അപ്പൊ മഴ ആണെങ്കിലോ? അപ്പൊ മഴയൊന്നും പറയില്ലേ? മഴ പറഞ്ഞു വേണ്ട പുറത്തിറങ്ങാനും കൂടി പറ്റില്ല. എങ്ങനെയായാലും പണിക്ക് പോകൂലെന്ന്. പറ്റില്ലടാ, ഭയങ്കര സീനാണ് വെയിലുണ്ടായാലും. കുഞ്ഞാപ്പ് എങ്ങനെയായാലും പണിക്ക് പോകൂലെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ പണിക്കും ചെയ്യൂറ്. പണിക്കൊക്കെ പോണം. കുറച്ചുകൂടി കഴിയോട്ടെ. വെയില് കൊണ്ടാലോ? ഒരു 5-6 കൊല്ലം കൂടി കഴിയട്ടെ. ഒന്നുകൂടി വലുതാട്ടല്ലേ? ഇപ്പൊ തന്നെ പണിക്കൊന്നും ചെറിയ കുട്ടിയല്ലേ? 10-50 വയസ്സായ? അപ്പൊ എത്ര വയസ്സായിരുന്നു? ഖദീജക്ക് തോനെ വയസ്സായി. 50 വയസ്സ് കഴിഞ്ഞില്ലേ? ഖദീജക്ക് തോനെ അയക്കണ്. എനിക്ക് അതിന് 19 എത്ര വയസ്സോളം 19 അല്ല 10 ആവും. 19 ഉമ്മാക്ക് 36 വയസ്സിലായിട്ടുള്ളൂ. അൻറ്റോട് തന്നെ എല്ലാവർക്കും വയസ്സ് കുറവാലോ. ഉമ്മാക്ക് 36, എനിക്ക് 19. അനക്കും ഉമ്മാക്കും വയസ്സ് കുറവാ. 55 വയസ്സായി. 50 40 ഒപ്പം പഠിച്ചല്ലേ? ഞാൻ പഠിച്ച ഖദീജക്ക് 40 വയസ്സായി. അപ്പൊ 40 50 അല്ലേ? 50 ആയിട്ടില്ല, 40 ആയിട്ടുള്ളൂ. എനിക്ക് അത്ര ഇതൊക്കെ കുഞ്ഞാപ്പ് തിരുമ്പിയതാണ്. ശരിയാ. വേറെ അനക്കെന്താ നോമ്പൊക്കെ കിട്ടിയത്? ഒന്നും കിട്ടില്ലടോ. ഒന്നും കിട്ടിയിട്ടില്ല. മുമ്പുള്ളവർക്കല്ലേ കിട്ടുമോ? എനക്കെന്താ കിട്ടി? ഞങ്ങളുടെ മത്തിക്കറി. എനിക്ക് നോമ്പുണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് നോമ്പുണ്ട്. രാവിലെ ചായ കുടിക്കണുണ്ടല്ലോ ഞങ്ങൾ പോകുമ്പോ. കണ്ടാ അത് 4 ദിവസം കണ്ടതോ? എല്ലാം ഇന്ന് രാവിലെ കണ്ടിക്കണു. ഇപ്പൊ കണ്ടാ? ഇപ്പോഴല്ല, രാവിലെ അങ്ങനെ പോകുമ്പോ. മോനെ എന്റെ ഉമ്മാനോട് ഞാൻ എത്ര പറഞ്ഞതാണ് ആ വാഴക്ക പോപ്പിനെക്കാന്. ഇതൊക്കെ ഉമ്മ വെച്ചില്ലല്ലോ. ഏത് വാഴക്ക? എന്നിട്ട് ഉമ്മ ഇന്നെ കൊറേ ചീത്തറിഞ്ഞു. ഇതല്ലേ ഈ വാഴക്ക ചള്ളു വാഴക്ക? ആരും പോക്കി നിൽക്കോ? ചള്ളല്ല കുഞ്ഞപ്പോ, ചീഞ്ഞു പോണതാ. ഇത് ചീഞ്ഞിട്ടല്ലടാ, പറയും ഇപ്പേരി വെക്കാൻ പറ്റില്ല. ഞാൻ അമ്മാട് പറയുന്നു കൊച്ചുങ്ങൾക്കേറ്റവും കൊടുത്തു ഒരു കാര്യമാവില്ല. അമ്മ അറിയണം അങ്ങനെ കൊടുക്കണ്ട. നാളെ അവരുടെ ചക്കര മാത്രം കൊടുക്കേ നോമ്പറക്കേണ്ട ഉമ്മ ഒരു കഷ്ണെങ്കിലും തന്നില്ലല്ലോ. അപ്പൊ ഉമ്മ അറിയില്ല അങ്ങനെ തിന്നണ്ട. തിന്ന് ഓലോട് കൊണ്ടിട്ട് പനക്ക് നിങ്ങൾക്ക് തരാനുള്ളല്ലോ. എന്നാലും ഒരു കഷ്ണം മാക്ക് കൊടുക്കാനില്ലടാ. ഇതിപ്പോ ചീഞ്ഞത് ആരും വാങ്ങൂല. എന്നാലും എനിക്കൊരു കഷ്ണം തിന്നായിരുന്നില്ലേ? ഉമ്മാക്കൊരു കഷ്ണം കടുത്ത ഇക്കും തിന്നായിരുന്നേ അറിയാം. എന്നിട്ട് ഉണങ്ങാൻ വെച്ചിക്ക? ഉണങ്ങാൻ വെച്ചിട്ട് ഇമ്മ വലിച്ചു എറിഞ്ഞാണ്. അത്രക്കും ആരും കൊടുക്കൂലെന്ന്. കൊടുക്കൂല്ലടാ. ഇമ്മ അറിയും ഇത് കയമ്പുണ്ടാവില്ല. അത്ര കയമ്പ് ഞാൻ പറയും മാട് ഇപ്പേരി വെച്ചൂടെ. ഇമ്മ അറിയത് ഇപ്പേരി വെച്ചോന്ന് നേരാവില്ല. ഇപ്പേരി വെച്ച് നേരാവോ? ഉപ്പേരിയൊക്കെ പറ്റുമോ?
അതൊക്കെ നോക്കിയോ ഏഹ് എന്നാ അവിടെ കിടന്നോട്ടെ എന്ത് തിന്നാൻ തോന്നുന്നുണ്ടല്ലേ നോമ്പ് കാലത്ത് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇനി എന്നാ തിരുമ്പി കഴിഞ്ഞപ്പോ എന്താ പരിപാടി അല്ല അല്ല തിരുമ്പി കഴിഞ്ഞിക്കണടാ ഇനി എന്താണ് ഇനി എന്താണ് ആ വായ വീണിട്ടുണ്ട് ആ വായ അവിടെ കുഴിച്ചിരുന്നു അതൊക്കെ എങ്ങനെ വേണം കാറ്റിന് വീണാടാ ആ എന്നാ നല്ല കാറ്റുണ്ടായിരുന്നല്ലേ ഓ എൻ്റെ അവിടുത്തെ വായൊക്കെ ഉകാണല്ലോ കുഞ്ഞാപ്പോ ആടാ മണ്ണില്ലായിട്ടാവും വേറെ മണ്ണില്ലായിട്ടാ കുറച്ച് മണ്ണ കൊടുന്നിട്ടൂടെ മണ്ണ് വലിയ കാര്യം വിറകിന്റെ മേലൊക്കെ വീണിക്കണ് ഇനിയിപ്പോ എന്താ പണി ചോദിച്ചിടുക ചായയൊക്കെ ഉണ്ടാവും കുഞ്ഞാപ്പോ ഞാൻ മതിലുമക്ക് പോണ്ട ഇതൊക്കെ ആണെങ്കിൽ വള്ളിപ്പൂലാണ് മോനെ വള്ളിപ്പൂലുണ്ട് അടങ്ങി പിടിച്ചിരിക്കും ഇവിടെ കംപ്ലീറ്റ് ജലനാള് വൃത്തിയാക്കണ കുഞ്ഞാപ്പോ വൃത്തിയാക്കിയിട്ട് ഞാൻ ആവശ്യം ഉമ്മനെ മനുഷ്യന്മാർക്ക് കജ്ജിയില് കൈപ്പല വേനിച്ചിട്ട് വലിയോ കൈക്കോട്ടായിട്ട് 2 കുത്തു നോക്കിയപ്പോ കൈപ്പല വേനിക്കുന്നു എന്നാ കുഞ്ഞാപ്പോ ഞാൻ പോട്ടെ